നമസ്കാരം. കേരളം ഉറ്റുനോക്കുന്ന നടിയെ ആക്രമിച്ച കേസിലെ വിധി വരാൻ ശേഷിക്കുന്നത് വെറും 3 ദിവസം മാത്രം. കേസിന്റെ വിധി വരുമ്പോൾ ആരൊക്കെ അഴിക്കുള്ളിലാകുമെന്നത് നിർണായകമാണ്. 2017 ഫെബ്രുവരി 17 രാത്രി 9 മണിക്കാണ് കൊച്ചി നഗരത്തിലൂടെ ഓടിയ കാറിൽ നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. സംഭവം നടന്ന് 8 വർഷത്തിനു ശേഷമാണ് കേസിൽ അന്തിമ വിധി വരുന്നത്. എന്തായാലും ഇപ്പോ വാർത്തകളിൽ നിറയുന്നത് കേസിന്റെ വിചാരണ വേളയിൽ നടന്ന വാദങ്ങളാണ്. വരുന്ന തിങ്കളാഴ്ചയാണ് കേസിന്റെ അന്തിമ വിധി വരിക. കാവ്യ ദിലീപ് ബന്ധമാണ് നടിയെ ആക്രമിച്ചുകൊണ്ടുള്ള കൃത്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. കാവ്യയുടെ നമ്പറുകൾ പല പേരുകളിലാണ് ദിലീപ് ഫോണിൽ സേവ് ചെയ്തിരുന്നത്. രാമൻ, റുക്കണ്ണൻ, മീൻ വ്യാസൻ എന്നീ പേരുകളിലാണ് കാവ്യയുടെ നമ്പറുകൾ സേവ് ചെയ്തത്. കാവ്യയുമായുള്ള ബന്ധം മഞ്ജു വാര്യരിൽ നിന്നും മറച്ചു പിടിക്കാനായിരുന്നു ഇത്തരത്തിൽ മറ്റു പേരുകൾ നൽകിയതെന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. ഡിൽക്ക എന്ന പേരിലാണ് ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോണിൽ കാവ്യയുടെ നമ്പർ സേവ് ചെയ്തിരുന്നത്. ഈ നമ്പർ ഉപയോഗിച്ചിരുന്നത് ദിലീപ് ആണെന്നാണ് പ്രോസിക്യൂഷൻ നിരത്തുന്ന വാദം. കാവ്യയും ദിലീപും തമ്മിലുള്ള ബന്ധം നടി പുറത്തു പറഞ്ഞതാണ് കൊട്ടേഷന് കാരണമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പ്രോസിക്യൂഷൻ ആരോപണം തള്ളിയാണ് ദിലീപ് കോടതിയിൽ വാദിച്ചത്. കൊട്ടേഷൻ നൽകിയതിന് തെളിവില്ലെന്നും പോലീസ് കെട്ടിപ്പൊക്കിയ കെട്ടുകഥകളാണ് ഇതെല്ലാമെന്നാണ് ദിലീപ് വാദിച്ചത്. ആക്രമിക്കപ്പെട്ട നടിയോട് വ്യക്തി വൈരാഗ്യമുണ്ടായിരുന്നില്ലെന്നും മഞ്ജുവുമായുള്ള വിവാഹമോചനത്തിന് നടിയൊരു കാരണമല്ല എന്നും ദിലീപ് വാദിക്കുന്നുണ്ട്. 2012 തന്നെ മഞ്ജു വാര്യർ ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം തിരിച്ചറിഞ്ഞിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. ദിലീപിന്റെ ഫോണിൽ വന്ന മെസ്സേജിലൂടെയാണ് ഇക്കാര്യം അറിയുന്നത്. മറ്റു പേരുകൾ വന്ന മെസ്സേജിൽ സംശയം തോന്നിയതോടെ മഞ്ജു വാര്യർ സംയുക്ത വർമ്മയ്ക്കും ഗീതു മോഹൻദാസിനുമൊപ്പം നടിയെ പോയി കാണുകയായിരുന്നു. തുടർന്ന് നടി ഇക്കാര്യം പറയുകയും ചെയ്തു എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. നടൻ ദിലീപ് ഉൾപ്പെടെ 9 പേരാണ് കേസിൽ പ്രതികളായത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ ഡിസംബർ 8 വിധി പറയുന്നത്. പൾസർ സുനിയാണ് കേസിലെ 1-ാം പ്രതി. നടൻ ദിലീപ് 8-ാം പ്രതിയാണ്. കേസിലെ വിചാരണയ്ക്കിടെ 28 സാക്ഷികളാണ് കൂറുമാറിയത്. ആദ്യഘട്ടത്തിൽ ദിലീപിനെ പ്രതി ചേർത്തിരുന്നില്ല. പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2017 ജൂലൈ 10 ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് 2 മാസത്തിനു ശേഷം ഒക്ടോബർ 3 ദിലീപിന് ജാമ്യം ലഭിച്ചു. 2017 ഫെബ്രുവരിയിലാണ് പൾസർ സുനി പിടിയിലാകുന്നത്. ഇയാൾക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. വിചാരണ നടപടികൾ വൈകുന്നതിനുള്ള അതൃപ്തി വ്യക്തമാക്കിയാണ് സുപ്രീം കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചത്. എന്തായാലും നീണ്ട 8 വർഷത്തെ കേസിന് തീർപ്പാകാൻ വെറും 3 ദിവസം മാത്രം.